ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഒന്നാമത്തെ ജാലകത്തെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് ഒന്നാമത്തെ ജാലകം. ഇതില് മുൻപ് ചെയ്തതുപോലെ ഒരു ഗ്രാഫിക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്. പൈത്തണിൽ ഗ്രാഫിക് ചെയ്യുന്നതിന് വേണ്ടി ടർട്ടിൽ ഗ്രാഫിക്സിൽ നിന്ന് വേണ്ട സജ്ജീകരണങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർ അടയാളം കൊടുക്കുന്നു. ഇനി എന്റർ കീ അമർത്തുന്നു. ഇനി ഇവിടെ നമുക്ക് ചില പ്രോഗ്രാമുകൾ ചെയ്തു നോക്കാം. FD, അതായത് ഫോർവേഡ് എന്നുള്ളതിന്റെ ചുരുക്കമാണ് FD എന്ന് പറയുന്നത്. FD എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ അതിന്റെ ഡിസ്റ്റൻസ് കൊടുക്കണം. ഇപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ 100 എന്ന് കൊടുക്കുന്നു. ഇനി എന്റർ കീ അമർത്താൻ പോവുകയാണ്. എന്ത് സംഭവിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക. എന്റർ കീ അമർത്തിയപ്പോൾ പൈത്തൺ ടർട്ടിൽ ഗ്രാഫിക് ജാലകത്തിൽ ഒരു വര പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി ഇവിടെ RT എന്ന് ടൈപ്പ് ചെയ്യുന്നു. RT എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ ഒരു ആംഗിളിന്റെ അളവ് കൊടുക്കുകയാണ്. ഇവിടെ 90 എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്റർ കീ അമർത്തുമ്പോൾ ഇവിടെ കാണുന്ന ഈ ആരോ മാർക്ക് 90 ഡിഗ്രി തിരിഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. എന്റർ അമർത്തുന്നു. ഇവിടെ 90 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും FD എന്ന് കൊടുക്കുകയാണ്. FD എന്ന് കൊടുത്തു. മുൻപ് കൊടുത്തതുപോലെ 100 എന്ന അളവ് കൊടുക്കുന്നു. ഡിസ്റ്റൻസ് 100 എന്ന് കൊടുത്തു. വീണ്ടും എന്റർ കീയിൽ അമർത്തുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. എന്റർ കീ അമർത്തുന്നു. താഴേക്കും ഒരു വര പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി വീണ്ടും RT എന്ന് കൊടുത്തു. RT എന്ന് കൊടുക്കുന്നു. മുൻപ് ചെയ്തതുപോലെ 90 ഡിഗ്രി തന്നെ കൊടുക്കുന്നു. എന്റർ കീ അമർത്തുമ്പോൾ ഇവിടെ കാണുന്ന ആരോ മാർക്ക് 90 ഡിഗ്രി ചരിഞ്ഞു വരേണ്ടതാണ്. എന്റർ കീ അമർത്തുന്നു. 90 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. അടുത്തത് വീണ്ടും FD എന്ന് കൊടുക്കുന്നു. ഡിസ്റ്റൻസ് 100 തന്നെ കൊടുക്കുന്നു. ഒരു ചതുരം വരയ്ക്കുവാനുള്ള പ്ലാനാണ്, അതുകൊണ്ട് ഒരേ അളവ് തന്നെ കൊടുക്കുകയാണ്. 100 എന്ന് കൊടുത്തു. എന്റർ കീ പ്രസ് ചെയ്യുന്നു. ചതുരത്തിന്റെ മൂന്നാമത്തെ വശവും വരച്ചു വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഈ ആരോ മാർക്കിനെ 90 ഡിഗ്രി ചരിക്കാൻ വേണ്ടി RT, റൈറ്റ് എന്നുള്ളതിന്റെ ചുരുക്കമായ RT എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ 90 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. എന്റർ കീ അമർത്തുന്നു. ഇവിടെ 90 ഡിഗ്രി തിരിഞ്ഞു. വീണ്ടും FD എന്ന് കൊടുത്തു. 100 എന്ന് ടൈപ്പ് ചെയ്തു. എന്റർ കീ അമർത്തി. ഇപ്പോൾ ഇവിടെ ഒരു ചതുരം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്യാം. അതിനുവേണ്ടി ക്ലിയർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. എന്റർ അടിച്ചു. എന്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പെൻ സൈസ് കൂട്ടി കൊടുക്കുകയാണ്. പെൻ സൈസ് എന്ന് കൊടുത്തു. ബ്രാക്കറ്റിൽ അതിനൊരു സൈസ് കൊടുക്കുന്നു. 8 എന്ന് കൊടുത്തു. എന്റർ അടിക്കുന്നു. ഇനി വരയ്ക്കുമ്പോൾ വരയ്ക്ക് കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. FD കൊടുക്കുന്നു. FDയിൽ ഡിസ്റ്റൻസ് 100 എന്ന് കൊടുത്തു. എന്റർ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ വരയുടെ കട്ടി കൂടി. വീണ്ടും വലത്തോട്ട് തിരിയാനായിട്ട് റൈറ്റിന്റെ ചുരുക്കമായ RT കൊടുത്തു. 90 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്റർ കീ അമർത്തുന്നു. 90 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. വീണ്ടും FD എന്ന് കൊടുക്കുന്നു. ഡിസ്റ്റൻസ് 100 എന്ന് തന്നെ കൊടുക്കുന്നു. എന്റർ അടിക്കുന്നു.
90 ഡിഗ്രി വരത്തക്ക രീതിയിൽ അടുത്ത വശം വരച്ചു വന്നു. വീണ്ടും RT എന്ന് കൊടുക്കുന്നു. ആംഗിൾ 90 തന്നെ കൊടുക്കുന്നു. എന്റർ അടിക്കുന്നു. 90 ഡിഗ്രി ചരിഞ്ഞു. FD എന്ന് കൊടുക്കുന്നു. ഡിസ്റ്റൻസ് 100 എന്ന് കൊടുക്കുന്നു. എന്റർ കീയിൽ പ്രസ് ചെയ്യുന്നു. RT എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ 90 കൊടുക്കുന്നു. എന്റർ കീ പ്രസ് ചെയ്യുന്നു. വീണ്ടും FD എന്ന് കൊടുക്കുന്നു. ഡിസ്റ്റൻസ് 100 എന്ന് കൊടുക്കുന്നു. എന്റർ കീ അമർത്തുന്നു. ഇപ്പോൾ ആദ്യം വരച്ചതുപോലെ തന്നെ മറ്റൊരു ചതുരം വരച്ചു. ഇതിൽ നമ്മൾ കൊടുത്ത പെൻ സൈസ്, അതായത് വരയുടെ കട്ടി കൂടിയിരിക്കുന്നു. അതുപോലെ നമുക്ക് കളറും കൊടുക്കാവുന്നതാണ്. ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ ബ്രാക്കറ്റ് പിന്നെ എന്റർ അടിക്കുന്നു. എന്റർ അടിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻ കളർ കൊടുക്കാം. പെൻ കളർ പെൻ കളർ എന്ന് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റില് ഇൻവെർട്ടഡ് കോമയില് ബ്ലൂ എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എന്റർ അടിക്കുന്നു. ഇപ്പോൾ പെൻ കളർ നീലയായിട്ട് മാറിയിട്ടുണ്ടാകും. നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു സർക്കിൾ വരച്ചു നോക്കാം. CIRCLE സർക്കിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സർക്കിളിന്റെ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ റേഡിയസ് കൊടുക്കുന്നു. റേഡിയസ് 50 എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്റർ കീയിൽ അമർത്തുന്നു. എന്റർ കീയിൽ അമർത്തിയപ്പോൾ ഇവിടെ ഒരു വൃത്തം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു ത്രികോണം വരച്ചു നോക്കാം. FD 100 എന്ന് കൊടുത്തു. RT 120 എന്ന് കൊടുക്കുന്നു. RT 120 എന്ന് കൊടുക്കുന്നു. എന്റർ കീ പ്രസ് ചെയ്യുന്നു. അടുത്തത് FD 100 എന്ന് കൊടുത്തു. എന്റർ കീ പ്രസ് ചെയ്യുന്നു. RT 120 തന്നെ കൊടുക്കുന്നു. എന്റർ കീയിൽ അമർത്തുന്നു. FD 100 എന്ന് കൊടുക്കുന്നു. എന്റർ കീയിൽ അമർത്തി. ഇപ്പോൾ ഇവിടെ ഒരു ത്രികോണവും വരച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം വരച്ച വൃത്തവും രണ്ടാമത് വരച്ച ത്രികോണവും കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിയർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം വരച്ച രൂപവും രണ്ടാമത് വരച്ച രൂപവും കാണുന്നത്. എന്നാൽ ഇതുപോലെ ഓരോ സ്റ്റെപ്പുകളും ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രോഗ്രാം നിർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്നിച്ച് ഒരു പ്രോഗ്രാമിന്റെ തന്നെ വിവിധ സ്റ്റെപ്പുകൾ കൊടുക്കണമെങ്കിൽ എന്താണ് വഴിയെന്ന് അടുത്തതായി നമുക്ക് പരിശോധിക്കാം.